ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ് അസീസിയുടെ ഒരു കഥ കേട്ടത് ഇങ്ങനെയാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇടിഞ്ഞു കിടക്കുന്ന ഒരു പള്ളിയുടെ പരിസരത്ത്, സെന്റ് ഡാമിനോ എന്ന് പറയുന്ന സ്ഥലം, പെട്ടെന്ന് ഫ്രാൻസിസിന്റെ ഉള്ളിൽ ഒരു ഉൾവിളി ഉണ്ടാവുകയാണ്. ഫ്രാൻസിസ്, ഗോ ആൻഡ് റിപ്പയർ ദ ചർച്ച്. ഫ്രാൻസിസ്, നീ പോയി ഈ പള്ളിയെ പുതുക്കി പണിയുക. ഗോ ആൻഡ് റിപ്പയർ ദ ചർച്ച്. ഫ്രാൻസിസ് പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഈ പള്ളിയുടെ വോളുകളൊക്കെ ഇടിഞ്ഞു കിടക്കുകയാണ്, ഈ പള്ളി ഒന്ന് പുതുക്കി പണിയാനാണ് ദൈവം പറയുന്നത്. പക്ഷെ ആ ഉൾവിളി നൽകിയത് ഫ്രാൻസിസിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാണ് എന്ന് പയ്യെ ഫ്രാൻസിസിന് മനസ്സിലായി. ഇത് വെറും വോളുകൾ മാത്രം പണിത് തീർക്കാനല്ല, അല്ലെങ്കിൽ തകർന്നു കിടക്കുന്ന ഈ പള്ളി മാത്രം പകർന്നു കിടക്കുക, അത് റെഡിയാക്കി എടുക്കാനല്ല ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മറിച്ച് ഇവിടെ ഒരു സഭാ സമൂഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഫ്രാൻസിസിനോട് ദൈവം പറഞ്ഞതിന്റെ ഉദ്ദേശമാണെന്ന് ഫ്രാൻസിസ് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക. ഫ്രാൻസിസ് ആ ഭാഗത്തുള്ളവരെല്ലാം കൂട്ടി ആ പള്ളി പണിയുവാൻ തുടങ്ങി. ഫ്രാൻസിസിന് ഉപജീവന മാർഗത്തിൽ ലഭിച്ച ഫ്രാൻസിസിന്റെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ഒക്കെ വിറ്റ് ഈ പള്ളി പണിതു. വളരെ ദാരിദ്ര്യത്തിൽ ഫ്രാൻസിസ് ജീവിക്കാൻ ആരംഭിച്ചു. ഈ സമയത്ത് ഫ്രാൻസിസിന്റെ ജീവിതശൈലി കണ്ട് കുറെ പേർ ഫ്രാൻസിസിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഈ പള്ളിയിൽ ചേരുക, ഈ പള്ളിയോട് ചേർന്ന് നിന്ന് ശുശ്രൂഷകൾ നടത്തുവാൻ ആരംഭിക്കുക. അങ്ങനെ ഒരു വലിയ സമൂഹമായി, ഒരു സഭയായി സ്ഥാപിതമായി. പ്രിയപ്പെട്ടവരെ, ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്ത് നാം മുമ്പോട്ട് പോവുകയാണ് അല്ലെ. നമ്മള് പ്രധാനപ്പെട്ട സ്പിരിച്വൽ റെസൊല്യൂഷൻസിനെ പറ്റി കഴിഞ്ഞ ഈശോയുടെ കൂട്ടുകാരുടെ സമയത്ത് സംസാരിച്ചു. പ്രധാനപ്പെട്ട പവർഫുൾ സ്പിരിച്വൽ റെസൊല്യൂഷൻസ് ഒക്കെ അങ്ങനെ ഇരിക്കും. പക്ഷെ പലപ്പോഴും ഈ റെസൊല്യൂഷൻസ് ഒക്കെ പ്രാവർത്തികമാക്കാൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ശങ്കിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് മടിയുണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകും. ചിലപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയുണ്ട്. ഇവിടെയാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഒരു സഹായം നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റെസൊല്യൂഷൻസ് ഒക്കെ പാലിച്ച് ഈ ഒരു വർഷം മുമ്പോട്ട് പോകണമെങ്കിൽ, നമ്മുടെ റെസൊല്യൂഷൻസിന് കൂടുതൽ വില കൊടുത്ത് ഈ ഒരു വർഷം മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്കൊരാളുടെ സഹായം ആവശ്യമാണ്. ആ ആളെ പറ്റിയാണ്, ആ ആള് തന്നെയാണ് ഫ്രാൻസിസിന് ഉൾവിളി കൊടുത്ത ആള്. ആ ആള് തന്നെയാണ് ഫ്രാൻസിസിന്റെ ഉള്ളിൽ നിന്ന് സംസാരിച്ച വ്യക്തി. വേറെ ആരുമല്ല, ഹോളി സ്പിരിറ്റ്. പ്രിയപ്പെട്ടവരെ, ഹോളി സ്പിരിറ്റിനെ പറ്റിയാണ് നാം ഇന്ന് സംസാരിക്കാൻ പോവുക, ചിന്തിക്കാൻ പോവുക. നമ്മൾ ഇന്ന് ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവിനെ പറ്റി ചിന്തിച്ച്, പരിശുദ്ധാത്മാവെ, ഈ ഒരു വർഷം ഞാൻ എടുത്ത തീരുമാനങ്ങളൊക്കെ നിറവേറ്റാൻ എൻ്റെ കൂടെയായിരുന്ന് നീ എന്നെ വലിയ സഹായകനായി, എൻ്റെ ജീവിതത്തിന്റെ വലിയൊരു കംഫർട്ടറായി ഒക്കെ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിക്കാം. നമുക്ക് മനസ്സിലാകാം പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. വചനം ഇങ്ങനെയാണ്: എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈശോ നമ്മളോട് മരിക്കുന്നതിന്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്കുകളാണിത്. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്. നമ്മുടെ റെസൊല്യൂഷൻസ് ഒക്കെ
കണ്ടിന്യൂ ചെയ്തു പോകാൻ ഈ ലോകത്തിൽ ആരുടെയും സഹായം നമുക്ക് ആവശ്യമില്ല. അവരുടെയൊക്കെ സഹായം നേടിയിട്ടും പലപ്പോഴും പരാജയപ്പെട്ടത് നാം കണ്ടിട്ടുണ്ട് അല്ലേ? നിത്യസഹായകനായ ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്താൽ മതി. അഗസ്റ്റിനോസ് പുണ്യാളൻ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രശാന്തനായ അതിഥി എന്ന്. ശാന്തമായി നമ്മളെ ഗൈഡ് ചെയ്യുന്ന, ശാന്തമായി നമ്മുടെ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രശാന്തനായ അതിഥി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ആനയിക്കാൻ പോവുകയാണ്. ഏറ്റവും ആദ്യമായി ബ്രദറിന് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ആരാണ് പരിശുദ്ധാത്മാവ്? ഹു ഈസ് ഹോളി സ്പിരിറ്റ്? ത്രിത്വ രഹസ്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പാടായിരിക്കും. പക്ഷേ ആരാണ് ഹോളി സ്പിരിറ്റ് എന്ന് വളരെ പ്രാക്ടിക്കലായി നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റിനെ കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. ഹോളി സ്പിരിറ്റിനെ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും ഇൻവൈറ്റ് ചെയ്യാൻ നമ്മൾക്കൊരു ഊർജമുണ്ടാകും, ഒരാഗ്രഹം ഉണ്ടാകും. ഹു ഈസ് ഹോളി സ്പിരിറ്റ്? ഞാൻ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഒരു വൈദികൻ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഹോളി സ്പിരിറ്റ് ഈസ് ദ ഗോഡ്സ് പ്രസൻസ് ലിവിങ് ഇൻസൈഡ് ഓഫ് യു. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഈ ഒരു നിർവചനത്തിന് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല അല്ലെ മനസ്സിലാക്കാൻ. എന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് നാം വായിച്ച വചനത്തിലൂടെ നാം മനസ്സിലാക്കിയ കാര്യം, ഈശോ ഹെൽപ്പർ എന്നും അഡ്വക്കേറ്റ് എന്നും യോഹന്നാന്റെ സുവിശേഷം 14:26 പറഞ്ഞു വെച്ച വ്യക്തിത്വമാണ് ഹോളി സ്പിരിറ്റ്. നമ്മുടെ ജീവിതത്തിന്റെ അഡ്വക്കേറ്റ് ആണ്, നമ്മുടെ ജീവിതത്തിന്റെ സഹായകനാണ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വർഷത്തിൽ പ്രവർത്തിക്കാൻ പോവുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പസ്തോല പ്രവർത്തനമൊക്കെ വായിച്ചിട്ടുണ്ടാവല്ലോ അല്ലേ? അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് ദിവസം നിരാശരായിരിക്കുന്ന, പേടിയിലായിരിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്ന, എന്തിനി അടുത്തത് ചെയ്യണമെന്ന് ആശങ്കയിലായിരിക്കുന്ന ശിഷ്യന്മാരുടെ മേൽ തീനാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം. ഭയപ്പെട്ടിരുന്ന, നിരാശരായിരുന്ന, അൺസർട്ടേനായിരുന്ന, എന്ത് ചെയ്യണമെന്ന് ആശങ്കപ്പെട്ടിരുന്ന അവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അതിന് നേരെ ഉൾട്ടയായി അവർ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ധൈര്യവാന്മാരായി തീർന്നു. അവർ ഈ ലോകത്തിൽ ഏറ്റവും പ്രത്യാശയുള്ള സുവിശേഷ പ്രഘോഷകരായി മാറി. അവർ ഈ ലോകത്തില് ആശങ്കയില്ലാത്ത, എന്ത് ചെയ്യണമെന്ന് കൃത്യമായി പദ്ധതികളുള്ള മനുഷ്യരായി മാറി. പ്രിയപ്പെട്ടവരെ, നിരാശരായിരുന്നവർക്ക് പ്രത്യാശ ലഭിച്ചു, ഭയപ്പെട്ടിരുന്നവർക്ക് ധൈര്യം ലഭിച്ചു, ആശങ്കയിൽ ഇനി എന്ത് ചെയ്യണമെന്ന് ആശങ്കയിൽപ്പെട്ടിരുന്നവർക്ക് കൃത്യമായ ജീവിത പ്ലാൻ കിട്ടി. ഇതാണ് ഹോളി സ്പിരിറ്റിന്റെ കളി. When the Holy Spirit come in us, എന്റെ ഈ റെസൊല്യൂഷൻസ് ഒക്കെ എങ്ങനെ കൃത്യമായി പാലിച്ച്
ഈ വർഷം മുമ്പോട്ട് പോകുമെന്ന് ചിന്തിക്കുന്നവർക്ക് ധൈര്യം നൽകാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. ദൈവം ആഗ്രഹിക്കുന്ന ജീവിത ശൈലിയിലേക്ക്, ജീവിതത്തിലേക്ക് നിങ്ങളെ രൂപപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. നിരാശയൊക്കെ മാറ്റി പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നിറയ്ക്കാൻ സാധിക്കും. ഡു യു വാണ്ട് ടു സീ ദ എഫക്ട്? ഇങ്ങനെ ധൈര്യവാന്മാരായ, പ്രത്യാശയുള്ളവരായ, ഇങ്ങനെ ഒരു കൃത്യമായ പ്ലാൻ ഉള്ളവരായ ഈ ശിഷ്യന്മാരിലൂടെ ഉണ്ടായ ഹോളി സ്പിരിറ്റിന്റെ ഈ ഒരു ആവാസത്തിലൂടെ, ശിഷ്യന്മാരിലൂടെ നടന്ന ഒരു വലിയ സംഭവം അതേ 2-ാം അധ്യായത്തിൽ തന്നെ 41-ാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിലേക്ക് വന്നിറങ്ങിയ ദിവസം ഈ ശിഷ്യന്മാർക്ക് മാത്രമല്ല ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്തത് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആണ്. 3000-ഓളം ആൾക്കാർ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മളുടെ ജീവിതത്തെ മാത്രമല്ല ഗോഡ്ലി എക്സ്പീരിയൻസ് കൊണ്ട് പൂർണ്ണരാക്കുക, നമ്മുടെ ചുറ്റും നിൽക്കുന്നവരിലും ഈ എക്സ്പീരിയൻസ് നിറയും. സോ എന്തിനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തിനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്? ഒന്നാമതായി, കൃത്യമായ ഗൈഡൻസ് നമുക്ക് ലഭിക്കും. ചില സമയത്ത് ചില ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കും. ഇനി എന്ത് ചെയ്യണം? ചിലപ്പോൾ ചില കാര്യങ്ങൾ, 2 കാര്യമുണ്ട്, അതിലേതെങ്കിലും ഒന്ന് തീരുമാനിക്കുന്നതിലായിരിക്കാം. ചിലപ്പോൾ ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കാം. ചിലപ്പോൾ ഏത് ബന്ധം സ്വീകരിക്കണമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കാം. പ്രത്യേകിച്ച് വിവാഹ ബന്ധത്തിലേക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധാത്മാവിന്റെ കൃത്യമായ സഹായം ആവശ്യപ്പെട്ടോളൂ. He will guide you to the real partner. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ ആഗ്രഹിക്കുന്ന പാർട്ട്ണറിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തിലൂടെ സംസാരിച്ചുകൊണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലൂടെ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻസ് തന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം ഗൈഡൻസ്, രണ്ടാമത്തെ കാര്യം സ്ട്രെങ്ത്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടുന്നവരാണ്, അല്ലെ? ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയപ്പെട്ട് പിന്മാറി നിൽക്കുന്നവരാണ്. ഞാൻ കണ്ടുമുട്ടിയ പല യുവജനങ്ങളിലും ചെറുപ്പത്തിലുണ്ടായ ചില ആന്തരിക മുറിവുകൾ മൂലം ഇപ്പോഴും ഭയത്തിലും ആൻസൈറ്റിയിലും ഡിപ്രഷനിലും ഒക്കെ ആയിരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഈ ലോകത്തിലുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ. ബിക്കോസ് Holy Spirit is the power source. നിങ്ങൾക്ക് ഊർജം നൽകുവാൻ, നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. അത് ഹോളി സ്പിരിറ്റിനാണ്, പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കൂ. നിങ്ങൾ തളരാതിരിക്കാൻ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. പരിശുദ്ധാത്മാവ് എന്നിലേക്ക് കടന്നു വരണമെന്ന് പറ. He will help you. He will strengthen you. മൂന്നാമതായി കംഫർട്ട് ആണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളൊരു ഹാർട്ട് ബ്രേക്കൻ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുകയായിരിക്കും. ചിലപ്പോൾ സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയായിരിക്കും.
ചിലപ്പോൾ ബന്ധങ്ങളിലുള്ള ചില പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയായിരിക്കും. ചിലപ്പോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിലുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ അലട്ടി നിങ്ങൾ ഇങ്ങനെ ആ ഒരു വേദനയിലൂടെ വിഷമിച്ച് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. ആത്മാർത്ഥമായി ഹോളി സ്പിരിറ്റിനോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സമാധാനത്തിൽ നിങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കും. He will comfort you in the God's peace. ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കും. ഈ കാലഘട്ടത്തിലൊക്കെ വേദനിച്ച് മുമ്പിൽ വരുന്നവരെ പ്രാർത്ഥനാ സഹായങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ജീവിതത്തിൽ ഇന്ന പ്രശ്നമാണ് ബ്രദറെ എന്ന് പറഞ്ഞ് പ്രാർത്ഥനാ സഹായങ്ങൾക്കൊക്കെ വരുന്നവർക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു കാര്യം പറയാം. Just invite Holy Spirit in your life. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. എന്നിട്ട് പറ, പ്ലീസ് കംഫർട്ട് മീ. എന്നെ ഒന്ന് നീ പൊതിഞ്ഞ് സൂക്ഷിക്ക്. ആത്മീയ സമാധാനം, ദൈവത്തിന്റെ സമാധാനം എന്നെ നിറയ്ക്കും. He will definitely comfort you. അവസാനത്തത് കൺവിക്ഷൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് റൈറ്റ് പാത്ത്, എന്റെ ജീവിതം ഏത് ദിശയിലേക്കാണ് കൃത്യമായി പോകേണ്ടത് എന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായ കൺവിക്ഷൻസ് ആവശ്യമാണ്. ചില നേരങ്ങളിൽ കൺവിക്ഷൻസ് ഇല്ലാതെ നമ്മള് തെറ്റായ മാർഗത്തിലേക്ക് ചലിച്ചു പോകാം. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നതായിരിക്കില്ല യഥാർത്ഥത്തിലുള്ള ബോധ്യം. ചിലരൊക്കെ പറയില്ലേ, എനിക്കറിയാം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ എനിക്കറിയാമെന്ന് നമ്മൾ വിചാരിക്കുന്നതും തെറ്റാണ് എന്ന് നമ്മൾ നാളെ മനസ്സിലാക്കും. ഇവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ഹെൽപ്പ് നമുക്ക് വേണ്ടത്. He will help you to get a real conviction. He will help you to get real conviction. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങളാണ് നമുക്ക് വേണ്ടത്. ഗൈഡൻസ്, സ്ട്രെങ്ത്, കംഫർട്ട്, കൺവിക്ഷൻ. ഈ 4 സഹായങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്ന് നിരന്തരം നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ്. സോ ഇതൊന്നും മനുഷ്യരിൽ നിന്ന് നമുക്ക് കിട്ടില്ല. It should only come from the help of Holy Spirit. Invite Him in your life. അത് തന്നെയാണ് നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൽ ജീവിക്കാം? പൗലോസ്ലീഹയൊക്കെ പറയുന്നില്ലേ, live in the Spirit. എങ്ങനെ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൽ ജീവിക്കാം? വലിയ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ചില പ്രാക്ടിക്കൽ സ്റ്റെപ്സ് പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുക. ജീവിതം എന്നും ആരംഭിക്കുമ്പോൾ, എല്ലാ ദിവസവും രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ, സ്റ്റാർട്ട് ദ ഡേ വിത്ത് പ്രേയർ. വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീട്ടി പ്രാർത്ഥിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്റെ ഹൃദയത്തിലേക്ക് വന്നാലും ഈ 2 വാക്കുകൾ. സ്റ്റാർട്ട് ദ ഡേ വിത്ത് ദ സ്മോൾ പ്രയർ. രണ്ടാമതായി, സ്റ്റേ ഇൻ ദ വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസൊല്യൂഷൻസ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ചെറിയ ബൈബിൾ വാചകം, ഒരു ചെറിയ ബൈബിൾ വേർഡ് വായിച്ച് ദിവസം ആരംഭിക്കാൻ നമ്മൾ ശ്രമിക്കുക. കാരണം ആ ബൈബിൾ വചനത്തിലൂടെ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഹൃദയത്തെ ഇലുമിനേറ്റ് ചെയ്യും. നമ്മൾക്ക് ചിലതൊക്കെ ഒരു വചനമാണ് എങ്കിലും നമ്മുടെ ജീവിതത്തെ വല്ലാതെ ഇൻസ്പയർ ചെയ്യും.
മൂന്നാമതായി, നമുക്ക് കിട്ടുന്ന സമയത്തെല്ലാം പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ കേൾക്കാനും, പരിശുദ്ധാത്മാ ഒരു വർഷിപ്പൊക്കെ ചെയ്യുവാൻ, ആരാധനയിലൊക്കെ പങ്കെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഒറ്റയ്ക്കൊരു റൂമിലിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവേ എന്നിലേക്ക് കടന്നു വരണമേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തുതിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാ അഭിഷേകത്തിലായിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നാലാമതായി, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന നിർദ്ദേശങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് പരീക്ഷയുണ്ട്, നമ്മൾ ടി വെക്കാൻ പോകുന്നു, പക്ഷെ ഉള്ളിൽ ഒരു സാധനം വരുന്നുണ്ട്, എടാ വെക്കണ്ട, പഠിക്കുക. ചെറിയ സാധനമായിരിക്കും. Obedience in small things is very important. പരിശുദ്ധാത്മാവ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കുക.